അങ്ങനെ രാവിലത്തെ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞിട്ടാ. എഴുന്നള്ളിപ്പ് കാണാൻ പോയത് ചേട്ടനാണ്. ഞാനും അച്ഛനും അമ്മയൊന്നും പോയിണ്ടായിരുന്നില്ല ആ ടൈമില്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വൈകുന്നേരം അമ്പലത്തിലേക്ക് വന്നു. അമ്പലത്തിലേക്ക് വന്ന ടൈമിൽ അവിടെ മേളം നടക്കുകയായിരുന്നു. അപ്പൊ ഞാനും അമ്മയും ആ ബസ്തിക്ക് പോയില്ല കേട്ടോ. ഞങ്ങൾ പൂരപ്രേമികളാണെങ്കിലും ആനയെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ആ ബസ്തിക്ക് പോവാൻ നിന്നില്ല. അച്ഛനും ചേട്ടനും കൂടിയിട്ട് മേളം കേൾക്കാനായിട്ട് പോയിട്ടാ. അങ്ങനെ നമ്മുടെ പൂരം കഴിഞ്ഞിട്ടാ. പൂരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനക്കുട്ടന്മാര് വിശ്രമിക്കാൻ വേണ്ടി പോവാണ്. ടോട്ടല് 3 ആനക്കുട്ടന്മാരാണ് ഉണ്ടായിരുന്നത് കേട്ടാ. അങ്ങനെ നമ്മുടെ ആനക്കുട്ടന്മാര് വിശ്രമിക്കാൻ പോയതിന്റെ പിന്നാലെ തന്നെ വെടിക്കെട്ട് തുടങ്ങിട്ടാ. അങ്ങനെ നമ്മള് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ ശേഷം നേരെ പൂരപ്പറമ്പൊക്കെ കറങ്ങി നടന്ന് കണ്ടുട്ടാ. അപ്പാണ് മനസ്സിലായത് ഇവിടെ എന്താ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, നാടൻപാട്ടാന്ന് മനസ്സിലായത്. അപ്പൊ എന്തായാലും വന്നല്ല അത് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടി പോയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നിലത്ത് നിന്നിട്ടാണ് കാണേണ്ടത്. ഇവിടെ കസാര ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ പണ്ടത്തെ വൈബില് അച്ഛനൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൂരപ്പറമ്പിക്ക് നാടകമൊക്കെ കാണാൻ പോകുമ്പോ നിലത്ത് നിന്നിട്ടാ കാണാൻ. അപ്പൊ ആ പണ്ടത്തെ വൈബിൽ ഞങ്ങൾ നിലത്ത് നിന്ന് കണ്ടുട്ടാ. നല്ല രസമായിരുന്നു. നാടൻപാട്ടും പിന്നെ ഇവരുടെ ഈ തെയ്യും അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ വൈബില് നല്ല കാറ്റൊക്കെ ഇടക്ക് വീശിയ നിലത്തിന് കാണുമ്പോ നല്ല രസമായിരുന്നു കേട്ടാ. കളിച്ചൊരമേ നല്ലൊരു സംഭവത്താ
ആടാടാടേ ആടാടും ദേവികളെ ആടാടും ദേവിയോർക്ക് എന്തൊരഴകാണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പൂരത്തിനൊക്കെ പോയോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.